ഡോക്ടർ ജയപ്രസാദ്, അമേരിക്ക വെടിനിർത്താൻ ഇറാൻ അന്ത്യശാസനം നൽകുന്നു. ഇറാൻ ചെവിക്കൊള്ളുന്നില്ല. അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ റഷ്യ പിക്ചറിലുണ്ട്, ചിത്രത്തിൽ ഉണ്ട്. റഷ്യ നയതന്ത്ര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു തലത്തിലേക്ക് റഷ്യ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമോ? റഷ്യയുടെ പിന്തുണ ഇറാൻ എത്രത്തോളം ഗുണകരമാവും? 1979 ഇസ്ലാമിക് റവല്യൂഷൻ നടന്നതിന് ശേഷമുണ്ടായ ഇറാൻ്റെ ഏതാണ്ട് 46 വർഷത്തെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നയതന്ത്ര മേഖലയിൽ അത്രയധികം പ്രഗത്ഭരായ അല്ലെങ്കിൽ അത്രയും പ്രാഗൽഭ്യം ഉണ്ടായൊരു രാജ്യമല്ല. കാരണം അതിൻ്റെ വേറൊരു ശൈലിയാണ് ഇസ്ലാമിക് റവല്യൂഷനുള്ളത്. അപ്പോൾ അവരുടെ പരമോന്നത നേതാവ് സുപ്രീം ലീഡർ എന്നുള്ളത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന നയപരമായ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറാനുമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മറ്റൊന്ന്, ഇതുവരെ ആയിട്ട് ഇസ്രയേലും അറബി ലോകവും തമ്മിൽ 7 യുദ്ധങ്ങളാണ് ഉണ്ടായത്. 1948-49 കാലഘട്ടത്തിൽ, 56, 67, 73, അതുപോലെ 82, 2006 ലെബനൻ ഇസ്രയേൽ വാറായിരുന്നു. പിന്നെ 2023 ഇപ്പോൾ നടക്കുന്ന യുദ്ധം. ഈ യുദ്ധങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധവും ഒരു സമാധാനപരമായ ഒരു സന്ധിയിലൂടെ അവസാനിച്ചതല്ല, മറിച്ച് ഇസ്ലാമിക അന്നത്തെ അറബ് കൺട്രീസ് പരാജയം ഏറ്റുവാങ്ങി പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ 78 നമ്മൾ കാണുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് കാർട്ടറിൻ്റെ നേതൃത്വത്തിൽ അന്ന് ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരികയും ആദ്യമായിട്ട് ഇസ്രയേലിനെ ആ തരത്തിൽ ഇസ്രയേലിൻ്റെ മുഖ്യ ശത്രുവായ ഈജിപ്തിനെ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും നയതന്ത്ര ബന്ധം തുടങ്ങുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അന്ന് ഇസ്ലാമിക ലോകം മുഴുവനും ഈജിപ്തിനെ ഒറ്റപ്പെടുത്തുകയുണ്ടായത്. അപ്പോൾ നയതന്ത്ര പരിഹാരം, ഈ പാലസ്തീനിലെ നയതന്ത്ര പരിഹാരം ആദ്യമേ തന്നെ അട്ടിമറിച്ചത് ഇസ്ലാമിക ലോകം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്ന അന്ന് PLO ഈ ഈജിപ്തിനെതിരായിരുന്നു. പിന്നീട് അതിനുശേഷം 1999 ഓസ്ലോ കരാറ് വരുമ്പോഴത്തേക്കും PLO തയ്യാറായി. അപ്പോൾ അന്ന് PLO ഇസ്രയേലിനെ അംഗീകരിക്കുകയും ദുരാഷ്ട്ര എന്നുള്ള 2 രാഷ്ട്രം എന്നുള്ള സങ്കല്പം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പാലസ്റ്റീൻ അതോറിറ്റി രൂപം കൊള്ളാനുള്ള തീരുമാനമായി. അതോടൊപ്പം തന്നെ ഇസ്രയേൽ കടന്നുകയറ്റം നടത്തിയ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള ശ്രമങ്ങളുണ്ടായി. ആ തരത്തിലൊക്കെ ഒരു വലിയ മുന്നേറ്റം നടന്നു. പക്ഷേ ഹമാസ് അതിനെ ശക്തമായി എതിർത്തു. 2006 ഈ പാലസ്റ്റീൻ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് വെസ്റ്റ് ബാങ്കിൽ ഫത്തായുടെ നേതൃത്വത്തിലുള്ള പഴയ PLOയുടെ ഭരണകൂടവും അതുപോലെ ഗാസ ഹമാസിൻ്റെ കീഴിലുമായി. യഥാർത്ഥത്തിൽ നമ്മളാരും ചർച്ച ചെയ്യാത്തത് ഈ പാലസ്റ്റീൻ മൂവ്മെൻറ്റ് തന്നെ ഇന്ന് ഡിവൈഡഡ് ആണ്. അതായത് ഹമാസ് ആദ്യം കൊന്നൊടുക്കിയത് പഴയ PLOയുടെ അല്ലെങ്കിൽ ഫത്ത പാർട്ടിയായിട്ടുള്ള ഈ ഗാസ മേഖല. കാരണം ഇത് 2 ഭാഗത്താണ്, ഇസ്രയേലിൻ്റെ 2 ഭാഗത്തായിട്ടാണ് ഈ 2 പ്രവിശ്യകൾ, വെസ്റ്റ് ബാങ്കും ഗാസയും വരുന്നത്. അപ്പം ഗാസയിലെ പഴയ PLOയുടെ പ്രവർത്തകരെ മുഴുവനും കൊന്നൊടുക്കിയിട്ടാണ് ഈ ഇറാൻ്റെ പിന്തുണയിൽ ഹമാസ് അവിടെ ശക്തിയാകുന്നതും 2006 മുതൽ അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പാലസ്റ്റീൻ്റെ തീരുമാനങ്ങൾ ആരാണ് പാലസ്റ്റീൻ്റെ നയപരം ഇപ്പോൾ ഒരു നയതന്ത്ര സൊല്യൂഷൻ പാലസ്റ്റീൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ വെസ്റ്റ് ബാങ്ക് നേതൃത്വം നൽകുന്ന ഫത്ത പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഹമാസിന് സ്വീകാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സൊല്യൂഷൻ ഇന്ന് പാലസ്റ്റീനിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിൻ്റെ പ്രധാന കാരണം ഇത് ഡിവൈഡഡാണ്. ഈ ഡിവൈഡഡിന് പ്രധാന കാരണം ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ പിന്തുണയാണ്, ഈ ഇറാൻ പ്രോക്സിയിലൂടെയാണ് പാലസ്റ്റീൻ മൂവ്മെൻറ്റ് ഡിവൈഡഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറേ ഇല്ല. നമ്മൾ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന ക്രൂരതയും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കാരണങ്ങളും കൂടെ ചർച്ച ചെയ്യണം. കാരണം 78 വർഷമായി സൊല്യൂഷൻ ഉണ്ടാകാതെ പോകുന്ന ഒരു പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കപ്പെടാം? കാരണം ഇന്ന് നമ്മളുണ്ടാകുന്ന നയതന്ത്രപരമായ ഒരു പരിഹാരം കണ്ടെത്തിയാലും നാളെ ഇത് വീണ്ടും പൊട്ടിപ്പുറപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തുകൊണ്ട് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേലിനെ ആക്രമിക്കേണ്ടി വരും? കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു സേനയല്ല, അതൊരു യൂണിഫോമിലുള്ള അതിന് കൻ്റോൺമെൻ്റ് ഇല്ല, ഒന്നുമില്ല. സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുകയും ഇസ്രയേൽ സ്വാഭാവികമായിട്ടും തിരിച്ചാക്രമിക്കുമ്പോൾ 99% സിവിലിയൻസാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരർത്ഥത്തിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇന്ന് പാലസ്റ്റീനുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ അതിൽ ആദ്യം വേണ്ടത് പാലസ്റ്റീൻ എന്നുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ പാലസ്റ്റീനിൻ്റെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു നേതൃത്വം ഒരു ഭാഗത്തുണ്ടാകണം.
അതുപോലെ തന്നെയാണ്. കാരണം നയതന്ത്ര ബന്ധത്തിലൂടെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഒരു വിഭാഗത്തിന് അതിൻ്റെ നേതൃത്വം ഉണ്ടാകണം. അപ്പോൾ ഇറാനിൽ വരുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിൻ്റെ കമ്മ്യൂണിക്കേഷൻ രംഗം പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇന്ന് അവർ റോക്കറ്റ് വിടുന്നു അല്ലെങ്കിൽ മിസൈൽ വിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പം അത് ഒരു എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ എന്നാൽ പോലും ഒരു നയതന്ത്ര പരിഹാരത്തിന് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാനിലെ സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ അയത്തുള്ള ഖമേനിയെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണോ ആ നയതന്ത്ര ബന്ധം അത് സുതാര്യമായിട്ട് അല്ലെങ്കിൽ സുശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്? അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ആത്മീയ നേതൃത്വം തന്നെയാണോ? അല്ലാതെ ഡിപ്ലോമസി എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലാണല്ലോ, പരസ്പരം കൊടുക്കൽ വാങ്ങൽ. നിങ്ങൾ ഒരു ഭാഗം ഒരു ശക്തമായൊരു തീരുമാനമെടുക്കുകയും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു നയതന്ത്ര രംഗത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടാകണം. ആ മ്യൂച്വൽ എഗ്രിമെൻറ്റിന് നമ്മൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു പരിധി വരെയുള്ള ഒരു പ്രൊഫഷണലിസം ഈ നയതന്ത്ര മേഖല ഉണ്ടാകും. നമ്മൾ സാധാരണ പറയാണ്ട് ഡിപ്ലോമസി ഫെയിലായാൽ ഇമ്മീഡിയറ്റ്ലി വാറാണ്, യുദ്ധമാണ് അതിൻ്റെ പരിഹാരം. അപ്പം വാറ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന നയതന്ത്ര പരിഹാരം എന്ന് പറയുന്നത് ഒരു വെടിനിർത്തൽ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പം പരിഹാരം വരുന്നില്ല, സീസ് ഫയർ എന്നുള്ളത് മാത്രമാണ് വരിക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഇസ്രയേൽ നേതൃത്വം നിലവിലുള്ള ഇറാൻ്റെ സുപ്രീം ലീഡറെ വധിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നതും ഇസ്രയേലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ മീഡിയയും അവർ ഈ ഒരു വിഷയം, അതായത് ഒരു കോംപ്രമൈസിന് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ തയ്യാറായാൽ പോലും നിലവിലുള്ള ഇറാനിയൻ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലുള്ള ഇസ്രയേലിൻ്റെ ഭരണകൂടം തയ്യാറാകില്ല. കാരണം അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രമുഖരെ എല്ലാം തന്നെ വധിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ ഒളിവിലിരുന്നുകൊണ്ട് അയത്തുള്ള അലി ഖമേനിക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.